അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഏവർക്കും അബു ഐമൻ മീഡിയയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വിശകലനം ചെയ്യുന്നത് 2024 2ാം ക്ലാസ് വാർഷിക പരീക്ഷയിലെ തജ്വീദുൽ ഖുർആൻ എന്ന വിഷയത്തിൻ്റെ പേപ്പറാണ്. നമുക്ക് ചോദ്യപേപ്പറിലൂടെ ഒന്ന് സഞ്ചരിക്കാം. ആദ്യത്തെ വർക്ക് കോളത്തിൽ ശരി അടയാളപ്പെടുത്താനാണ്. 1. സക്കാഹ എന്നതിൽ ആദ്യത്തെ അക്ഷരം. സക്കാഹ എന്ന് പറയുമ്പോൾ അതിലുള്ള ആദ്യത്തെ അക്ഷരം ഏതാണ് എന്ന് 3 ഓപ്ഷനുകൾ താഴെയുണ്ട്. അതിലേതാണോ ശരി ആ കള്ളിയിൽ ശരി അടയാളപ്പെടുത്താം. സാ, റാ, സായ്. ശരിയുത്തരം സായ്. നമുക്ക് ശരി അടയാളപ്പെടുത്താം. 2. മിസ്കീനൻ എന്നതിലുള്ള അക്ഷരങ്ങൾ 4, 6, 5. മിസ്കീൻ എന്നതിൽ എത്ര അക്ഷരങ്ങളുണ്ട് എണ്ണി നോക്കി നമുക്ക് അടയാളപ്പെടുത്താം. മീമ്, സീന്, കാഫ്, യാ, നൂന്, അലിഫ്. 6 അക്ഷരങ്ങളുണ്ട്. 6 എന്നതിൽ ശരിയിടാം. 3. ഐൻ എന്ന അക്ഷരമുള്ള വാക്ക്. താഴെയുള്ള 3 വാക്കുകളുണ്ട്. അതിലേത് വാക്കിലാണ് ഐൻ എന്ന അക്ഷരം ഉള്ളത്? തഅലമൂന, തഖ്റുജൂന, തുഫ്ലിഹൂന. ഇതിൽ ആദ്യത്തെ വാക്കായ തഅലമൂനയിൽ ഐനുണ്ട്. അതിൽ ശരിയിടാം. 4. ഇന്നഹു യഅലമു എന്നതിൽ നീട്ടി ഓതേണ്ട അക്ഷരം. ഇന്നഹു യഅലമു എന്ന് പറയുമ്പോൾ അതിലേത് അക്ഷരമാണ് നാം നീട്ടി ഓതിയത്? യാ, ലാം, ഹാ. ശരിയുത്തരം ഇന്നഹു. ഹാഇനെയാണ് നമ്മൾ നീട്ടി ഓതിയത്. ഹാ എന്നതിൽ ശരിയിടാം. 5. വഫിർഔന എന്നതിൽ ഇല്ലാത്ത അക്ഷരം. വാവ്, ഖാഫ്, ഫ. ഇതിലേത് അക്ഷരമാണ് വഫിർഔന എന്ന് പറയുന്നതിൽ ഇല്ലാത്തത്? വഫിർഔന എന്നതിൽ ഖാഫ് എന്ന അക്ഷരമില്ല. ഖാഫ് എന്നതിൽ നമുക്ക് ശരിയിടാം. 6. ഇന്നഹും യകീദൂന കൈദ. ഇതിൽ മണിച്ച് ഓതേണ്ട അക്ഷരം. നൂന്, കാഫ്, ദാല്. ഏതക്ഷരമാണ് മണിച്ച് ഓതേണ്ടത്? ഷദ്ദ് കൊടുക്കുമ്പോൾ മണിക്കേണ്ട 2 അക്ഷരങ്ങളെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. മുകളിൽ പറഞ്ഞ ആയത്തിൽ ഏത് അക്ഷരത്തെയാണ് നമ്മൾ മണിക്കുന്നത്? ശരിയുത്തരം നൂൻ എന്ന അക്ഷരത്തെയാണ് നമ്മൾ മണിച്ചത്. അതിൽ ശരിയിടാം. 7. ഇന്നല്ലദീന അജ്റമൂ കാനൂ എന്നതിലുള്ള അലിഫുകൾ. അതിൽ എത്ര അലിഫുകളുണ്ട് എണ്ണി നമുക്ക് രേഖപ്പെടുത്താം. അതിൽ 6 അലിഫുകളുണ്ട്. 6 എന്നതിൽ നമുക്ക് ശരിയിടാം. 8. ഇല്ലാ മാ ഷാ അല്ലാഹു എന്നതിൽ കൂടുതൽ നീട്ടി ഓതേണ്ട അക്ഷരം. ലാമ്, ഷീന്, മീമ്. ഇതിലേത് അക്ഷരത്തെയാണ് നമ്മൾ കൂടുതൽ നീട്ടിയത്? കൂടുതൽ നീട്ടി ഓതുന്ന സ്ഥലത്ത് മുകളിൽ മദ് കൊടുത്തതായി നമുക്ക് കാണാൻ സാധിക്കും. ഇതിൽ മദ് കൊടുത്തിട്ടുള്ളത് ഷീൻ എന്ന അക്ഷരത്തിൻ്റെ ശേഷമാണ്. അതുകൊണ്ട് ഷീനാണ് നമ്മൾ കൂടുതൽ നീട്ടിയത്. ഷീൻ എന്നുള്ളതിൽ നമുക്ക് ശരിയിടാം. 9. ഷദ്ദുള്ളപ്പോൾ മണിച്ച് ഓതേണ്ട അക്ഷരം. ഖാഫ്, യാ, നൂന്. ഷദ്ദുള്ള സമയത്ത് മണിച്ച് ഓതേണ്ട അക്ഷരം നൂനാണ്. നൂൻ എന്നതിൽ ശരിയിടാം. 10. വഇദാ ഖുരിഅ അലൈഹിമുൽ ഖുർആനു. ഇതിലുള്ള ഹംസകൾ. എത്ര ഹംസകളുണ്ട് എണ്ണി നമുക്ക് എഴുതാം. 2, 3, 4. ശരിയുത്തരം 3 ഹംസകൾ മേൽപ്പറഞ്ഞ ആയത്തിലുണ്ട്. ഇനി നമുക്ക് 2ാമത്തെ വർക്കിലേക്ക് പ്രവേശിക്കാം. ചേരുംപടി ചേർക്കുക. ചോദ്യം നമ്പർ 11. 1ാമത്തെ അക്ഷരം സാ ആണ്. 1ാമത്തെ അക്ഷരം സാ ആയ വാക്ക് എതിർവശത്തുണ്ട്. അതിൻ്റെ നേരെയുള്ള ഇംഗ്ലീഷ് അക്ഷരം ഏതാണെന്ന് നോക്കി നമുക്ക് എഴുതി കൊടുക്കാം.
ഇവിടെ സമൂദു എന്നതിലാണ് ആദ്യ അക്ഷരം സ ആയിട്ടുള്ളത്. സി എന്നുള്ളതാണ് സമൂദു എന്നതിൻ്റെ നേരെയുള്ള ഇംഗ്ലീഷ് അക്ഷരം. അത് നമുക്ക് എഴുതി കൊടുക്കാം. 12 മൂന്നാമത്തെ അക്ഷരം ഗൈനാണ്. മൂന്നാമത്തെ അക്ഷരം ഗൈനായ വാക്ക് ഈ എന്ന അക്ഷരത്തിന് നേരെയുള്ള മസ്ഗബ എന്ന വാക്കാണ്. അതുകൊണ്ട് ഈ എന്ന് നമുക്ക് അവിടെ രേഖപ്പെടുത്താം. 13 ഒന്നാമത്തെ അക്ഷരം ളാദാണ്. ഒന്നാമത്തെ അക്ഷരം ളാദായ വാക്ക് മുകളിൽ ഒന്നാമതായി നൽകിയത് കാണാം. ലൊരീഇൻ എന്നതിലാണ് ആദ്യ അക്ഷരം ളാദായിട്ടുള്ളത്. എ എന്ന് നമുക്ക് എഴുതി കൊടുക്കാം. 14 അവസാനത്തെ അക്ഷരം ഫ ആണ്. അവസാന അക്ഷരം ഫ ആയ വാക്ക് രണ്ടാമതായി നൽകിയ സുഹുൽഫി എന്നതിലാണ്. ബി എന്ന് നമുക്ക് രേഖപ്പെടുത്താം. 15 രണ്ടാമത്തെ അക്ഷരം ഐനാണ്. രണ്ടാമത്തെ അക്ഷരം ഐനായി നൽകിയ വാക്ക് നാലാമതായി നൽകിയ ഡി എന്ന അക്ഷരത്തിൻ്റെ നേരെയുള്ള ഖുഊദുൻ എന്നതിലാണ്. ഡി എന്ന് നമുക്ക് രേഖപ്പെടുത്താം. ഇനി നമുക്ക് പേപ്പറിൻ്റെ എതിർവശം നോക്കാം. പൂരിപ്പിക്കുക. 16ാമത്തെ വർക്ക് ലഹു മുൽക്കു എന്നതിൽ ഡാഷ് നെ നീട്ടി ഓതണം. ലഹു മുൽക്കു എന്ന് പറയുമ്പോൾ അതിൽ നമ്മൾ നീട്ടി ഓതുന്നത് ഹ ഇനയാണ്. അപ്പോൾ നമുക്കവിടെ ഹ ഇ എന്ന് ചേർത്ത് കൊടുക്കാം. ലഹു മുൽക്കു എന്നതിൽ ഹ ഇനെ നീട്ടി ഓതണം. 17 ബിൽ ഖുന്നസ് എന്നതിൽ ഡാഷ് നെ ഉച്ചരിക്കരുത്. ബിൽ ഖുന്നസ് എന്ന് പറയുമ്പോൾ നമ്മളെ ഉച്ചാരണത്തിൽ വരാത്ത ഒരു അക്ഷരമുണ്ട്. ഏതാണ് അക്ഷരം? ബിൽ ഖുന്നസ്. ബാഇന് ശേഷമുള്ള അലിഫിനെ നമ്മൾ ഉച്ചരിക്കുന്നില്ല. അപ്പോൾ നമുക്കവിടെ അലിഫി എന്ന് ചേർത്ത് കൊടുക്കാം. ബിൽ ഖുന്നസ് എന്നതിൽ അലിഫിനെ ഉച്ചരിക്കരുത്. 18 സിറാജം വഹാജ എന്നതിൽ ഡാഷ് അലിഫുകളുണ്ട്. അതിലുള്ള അലിഫുകളുടെ എണ്ണം നമുക്കവിടെ എഴുതി കൊടുക്കാം. സിറാജം വഹാജ എന്നതിൽ 4 അലിഫുകളുണ്ട്. 19 ഫഅഖറൂഹ എന്നതിൽ ഡാഷ് അക്ഷരങ്ങളുണ്ട്. അതിലുള്ള അക്ഷരങ്ങളെ എണ്ണി ആ അക്ഷരങ്ങളുടെ എണ്ണം നമുക്കവിടെ എഴുതി കൊടുക്കാം. ഫഅഖറൂഹ എന്നതിൽ 7 അക്ഷരങ്ങളുണ്ട്. 20 മസ്ഗബ, മഖ്റബ, മത്റബ ഇതിൽ ഗൈനുള്ള വാക്ക് ഡാഷ് ആണ്. ഇതിൽ ഗൈനുള്ള വാക്ക് മസ്ഗബ എന്നുള്ളതാണ്. മസ്ഗബ എന്ന് നമുക്ക് ചേർത്ത് കൊടുക്കാം. അടുത്ത വർക്ക് ഒറ്റ വാക്കിൽ ഉത്തരമെഴുതുക. 21 ഫദ്ഖുലി ഫി ഇബാദി ഇതിൽ എത്ര യാ ഉണ്ട്? അതിലുള്ള യാകളെ എണ്ണം നമുക്ക് എണ്ണി എഴുതാം. അതിൽ 3 യാകളുണ്ട്. 22 ഹുബ്ബൻ ജമ്മാ ഇതിൽ മണിച്ച് ഓതേണ്ട അക്ഷരമേത്? ഷദ് കൊടുത്താൽ മണിച്ച് ഓതേണ്ട അക്ഷരങ്ങൾ നമുക്കറിയാം. നൂനും മീമുമാണ്. ഹുബ്ബൻ ജമ്മ എന്നതിൽ മീമുണ്ട്. മീം എന്നെഴുതാം. 23 അലം നജ്അൽ ലഹു ഐനൈൻ ഇതിൽ നീട്ടി ഓതേണ്ട അക്ഷരമേത്? അലം നജ്അൽ ലഹു ഐനൈൻ എന്നതിൽ ഹാ ഇനയാണ് നമ്മൾ നീട്ടി ഓതിയത്. ഹാ എന്ന് ഉത്തരമെഴുതാം. 24 ബിജഹന്നമ എന്നതിൽ ഒന്നാമത്തെ അക്ഷരമേത്? ബിജഹന്നമ എന്ന് പറയുമ്പോൾ അതിലുള്ള ആദ്യ അക്ഷരം ബി എന്നാണ്. ആ അക്ഷരത്തിൻ്റെ പേര് ബാ എന്ന് നമുക്ക് എഴുതി കൊടുക്കാം. 25 ഫദ്കുറുല്ലാഹ കദിക്റുക്കും ആബാഅക്കും ഇതിൽ എത്ര ക്യാഫുണ്ട്? അതിലുള്ള ക്യാഫുകളുടെ എണ്ണം നമുക്ക് എണ്ണി നോക്കാം. ആ ആയത്തിൽ 5 ക്യാഫുകളുണ്ട്. ഇനി നമുക്ക് അടുത്ത വർക്കിലേക്ക് പ്രവേശിക്കാം. ഒറ്റ വാചകത്തിൽ ഉത്തരമെഴുതുക. 26ാമത്തെ ചോദ്യം ഫഇദാ ജാഅതി ഇതിലെ ജീമിനു ശേഷം ബ്രാക്കറ്റിലുള്ള ചിഹ്നം കൊടുത്തത് എന്തിന്? നമുക്കറിയാം മദ്ദിൻ്റെ ചിഹ്നമാണ് അത്.
മദ് കൊടുക്കുന്നത് കൂടുതൽ നീട്ടി ഓതാൻ. കൂടുതൽ നീട്ടി ഓതാനെന്ന് നമുക്ക് ഉത്തരം എഴുതാം. 27 ഖിതാമുഹു മിസ്കുൻ. ഇതിൽ ഹാഇനു ശേഷം ചെറിയ വാവ് കൊടുത്തത് എന്തിന്? ഖിതാമുഹു എന്ന ഹാഇന് ശേഷം ചെറിയ ഒരു വാവിനെ അവിടെ നൽകിയതായി കാണാം. എന്തിനു വേണ്ടിയാണ് ആ വാവിനെ അവിടെ നൽകിയത്? നമുക്കറിയാം, ഖിതാമുഹു എന്നതിലുള്ള ഹാഇനെ നീട്ടി ഓതാൻ വേണ്ടിയാണ് ആ വാവിനെ നൽകിയിട്ടുള്ളത്. 28 ലഫിസ് സുഹഫി എന്നതിൽ ഉച്ചരിക്കാത്ത അക്ഷരങ്ങൾ ഏതെല്ലാം? ലഫിസ് സുഹഫി എന്ന് നമ്മൾ ഓതുമ്പോൾ അതിൽ 3 അക്ഷരങ്ങളെ നാം ഉച്ചരിക്കുന്നില്ല. എഴുത്തിലുണ്ടെങ്കിലും നമ്മുടെ ഉച്ചാരണത്തിൽ നാം പറയുമ്പോൾ ആ അക്ഷരങ്ങൾ വരുന്നില്ല. ഏതൊക്കെയാണ് അക്ഷരങ്ങൾ? ഫാഇന് ശേഷമുള്ള യാ, അലിഫ്, ലാം എന്നീ 3 അക്ഷരങ്ങളാണ് ഉച്ചരിക്കാത്ത അക്ഷരങ്ങൾ. 29 മീമിനെ മണിച്ച് ഓതണം. എപ്പോഴാണ് മീമിനെ മണിക്കേണ്ടത്? മീമിന് ഷദ് വന്നാൽ. അവസാന ചോദ്യം 30 യതഗാമസൂന എന്നതിലെ അക്ഷരങ്ങൾ ക്രമപ്രകാരം ചതുരത്തിൽ എഴുതുക. നമുക്ക് ഓരോ കള്ളിയിൽ ഓരോ അക്ഷരങ്ങളായി എഴുതി കൊടുക്കാം.